ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പഴയ എയർപോർട്ട് സോഫിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ തുരുമ്പ് പിടിച്ച ഭാഗമൊക്കെ ഒന്ന് ഈ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉരസിയെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിന് പ്രൈമർ അടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ പ്രൈമർ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 200 ml ഉള്ള ബോട്ടിലാണുള്ളത്. ഇത് എപ്പോക്സി ഗ്രേ ആണ് കളറ്. ഇനി നമുക്കിതാ ഈ എയർപോർട്ട് സോഫിൻ്റെ എല്ലാ വശത്തും പ്രൈമർ നന്നായിട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പ്രൈമർ അടിച്ചാലേ നമ്മളിനി ഇതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു കളറും ഒരു ഫിനിഷിങ്ങും ഒക്കെ കിട്ടത്തുള്ളൂ. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു എയർപോർട്ട് സോഫ തുരുമ്പൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒഴിവാക്കാറാണ്. ഇനി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലൊരു പ്രൈമറും പെയിൻറ്റും വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ ഞാനിവിടെ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യാൻ പോണത്. ഇതൊരു 400 ml ഉണ്ട്. ജെറ്റ് ബ്ലാക്ക് കളറാണ് വരുന്നത്. ഇങ്ങനത്തെ 2 ബോട്ടിൽ വേണ്ടി വരും ഒരു എയർപോർട്ട് സോഫ മൊത്തമായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് എല്ലാ വശത്തും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എവിടെയും വിട്ടു പോവാതെ കറക്റ്റായിട്ട് സ്പ്രേ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ സ്പ്രേ പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ടും പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തു എന്നുള്ളൂ. അതൊന്നും കൂടെ നമുക്ക് ഈസി ആണെന്ന് തോന്നിയോണ്ടാണ് യൂസ് ചെയ്തത്. അതുപോലെ ഞാനിവിടെ ബ്ലാക്ക് കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളറുകളും യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഞാൻ അതുപോലെയുള്ള വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ എയർപോർട്ട് സോഫ വീടിൻ്റെ പുറത്ത് വെച്ചിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ. ഉള്ളിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ടൈൽസിന്മേലൊക്കെ പെയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമാവും അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംഭവം ഫിനിഷായിട്ടോ. നമ്മുടെ ഈ പഴയ എയർപോർട്ട് സോഫ ഇപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്ത് നല്ല ഒരു അടിപൊളി പുതിയ എയർപോർട്ട് സോഫയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.